നിങ്ങളിപ്പോൾ പല വിധത്തിലുള്ള സമരമാർഗ്ഗങ്ങൾ പയറ്റുമ്പോഴും നിങ്ങളെ ഒരു ചർച്ചയ്ക്ക് പോലും വിളിക്കുന്നില്ല. ഇതിപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു? ഇല്ല, ഒരു തരത്തിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ശ്രമിക്കുന്നുണ്ട് പല രീതിയിൽ, പക്ഷേ നമുക്കതിനുള്ള ഇത് കിട്ടുന്നില്ല, ചാൻസ് കിട്ടുന്നില്ല. എല്ലാ വാതിലും അടയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്ക് ആരുമായി ചർച്ച നടത്തണോ അല്ലെങ്കിൽ ആരോട് സംസാരിക്കണമെന്നാണ് താല്പര്യം? നമുക്ക് ഡയറക്റ്റ് CM കാണണമെന്നാണ് ആഗ്രഹം. കാരണം നമ്മൾ അതിന് താഴെയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും നമ്മൾ കണ്ടിട്ടുണ്ട്, ഡെയിലി കയറി ഇറങ്ങി കണ്ടിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് CM കാണണമെന്നാണ് ആഗ്രഹം. CM ഓഫീസിൽ സംസാരിച്ചില്ല? ഇഷ്ടം പോലെ ഒരുപാട് തവണ കയറി ഇറങ്ങിയിട്ടുണ്ട്. ഡെയിലി കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള കുട്ടികൾ ഡെയിലി കയറി ഇറങ്ങിയിട്ടുണ്ട്. ഒടുവിൽ CM ഓഫീസിൽ സംസാരിക്കുമ്പോൾ എന്താണ് ഒരു മറുപടി നൽകുന്നത്? നിങ്ങൾക്ക് തരാനൊന്നുമില്ല എന്നാണ് പറയുന്നത്. മാക്സിമം വേക്കൻസി തന്നു എന്നാണ് പറയുന്നത്. നമ്മൾ ചോദിക്കുന്നത് എല്ലാ വർഷവും 700-ന് മേലെ നിയമനം നടന്നിടത്ത് ഇവിടെ 292 ഒഴിവ് മാത്രമേ ഇതുവരെ വന്നിട്ടുള്ളൂ. അപ്പം എല്ലാ വർഷവും ഉണ്ടായിരുന്ന ഇത്ര ഒഴിവുകൾ ഈ വർഷം മാത്രം ഇവിടെ പോയി എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ആദ്യമേ വെച്ചപ്പോൾ നമുക്ക് 570ഓളം വേക്കൻസികളുണ്ട്. പക്ഷെ അതെല്ലാം നമ്മൾ ചെല്ലുമ്പോൾ അവർ പറയുന്ന കണക്കനുസരിച്ച് നമുക്ക് 0 ആണ്. RTI കള്ളം പറയുമെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. CM മധുരയിലാണ് ഇപ്പോൾ ഉള്ളത്. മടങ്ങിയെത്തിയാൽ കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? നമ്മൾ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് സത്യം പറഞ്ഞാൽ പ്രതീക്ഷയില്ല. പ്രതീക്ഷയുടെ എല്ലാ വാതിലും അവിടെയാണ്. നമുക്കൊന്ന് കോണ്ടാക്ട് ചെയ്യാനുള്ളൊരു കോള് പോലും ആരും തരുന്നില്ല. എല്ലാ രീതിയിലും നമ്മുടെ മുമ്പിൽ എല്ലാ വാതിലും പൊട്ടിയടയാണ് സത്യത്തിൽ. അതാണ്, അതായത് കടുത്ത നിരാശയിലാണ് ഉദ്യോഗാർത്ഥികൾ. അവർക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല, എങ്കിലും അവർ സമരം ചെയ്യുകയാണ്. ഇതിൽ കുറച്ച് മുഴുവൻ ആളുകൾക്കും ഒരു നിയമനം ലഭിക്കുമെന്ന പ്രതീക്ഷയൊന്നും അവർക്കില്ല എങ്കിൽ കൂടി കുറച്ച് ആളുകൾക്കെങ്കിലും, ഈ റാങ്ക് ലിസ്റ്റിൽ മുകളിലുള്ള കുറച്ച് ആളുകൾക്കെങ്കിലും ഒരു നിയമനം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ അവരുടെ സമരം തുടരുകയാണ്. നിലവിൽ എന്തായാലും മുഖ്യമന്ത്രി മധുരയിലാണ് ഉള്ളത്. അവിടെ നിന്ന് മടങ്ങിയെത്തിയാലും ഇവരുമായി ഒരു ചർച്ചയ്ക്കുള്ള യാതൊരുവിധ ഒരു നീക്കങ്ങളും നടക്കുന്നില്ല. ഇതുവരെയും ഇവരോട് അത്തരത്തിൽ ആരും സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഇന്നിപ്പോൾ 2 പേർ നിരാഹാരം കിടക്കുന്നു. അവരുടെ നിരാഹാര സമരം തുടരുകയാണ്. 5 ദിവസമായാണ് അവർ പട്ടിണി കിടക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലത്തെ സമരമൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലൂടെ ഉരുണ്ടാണ് അവർ പ്രതിഷേധിച്ചതെങ്കിൽ ഇന്നിപ്പോൾ ഉപ്പുകല്ലിൽ മുട്ടുകുത്തി നിന്നുള്ള പ്രതിഷേധമാണ്. നമുക്ക് ഈ സമരം കഴിഞ്ഞ് ഇവിടെ തുടരുന്ന ആളുകളുണ്ട്. പ്രിയ, നിങ്ങളിപ്പോൾ മുട്ടുകുത്തി ഏകദേശം 1.5 മണിക്കൂർ സമയത്തോളം ഇവിടെ നിന്നു. ഈ സമരമൊക്കെ, ഈ നിങ്ങളുടെ പ്രതിഷേധമൊക്കെ കാണുന്നുണ്ട് കാണേണ്ടവരൊക്കെ, കാരണം ചാനലുകളിൽ തുടർച്ചയായി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നിട്ടും ആരും ഇതുവരെയും ഒന്നും സംസാരിക്കാൻ തയ്യാറില്ല. ആരും ഒന്നും സംസാരിക്കാൻ തയ്യാറാവുന്നില്ല. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവരും വീണു, ഇരുന്നത് എല്ലാവരും വീണു. ഇനി ഞങ്ങൾക്ക് പുതിയ കുട്ടികൾ എന്തായാലും വരും, പക്ഷെ എല്ലാവരും വീണു. അവരുടെയൊക്കെ അവസ്ഥ ഭയങ്കര മോശമാണ്. ഒരു കുട്ടി ഇതുവരെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരാൾ ഡിസ്ചാർജ് ആയി വന്നു, പക്ഷെ ഒരാൾ ഇതുവരെ ഇന്നലെ കൊണ്ടുപോയി. ഇന്നലെ ആദ്യം വീണ കുട്ടിയില്ലേ, കുട്ടീനെ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. കുട്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ്. ഇപ്പം അടുത്ത ആളും കൊണ്ടുപോയിട്ടുണ്ട്. എന്തുവാണെന്നൊന്നും അറിഞ്ഞില്ല. ആർക്ക് ആണോ? ഇപ്പം കൊണ്ടുപോയി കുട്ടിക്ക് ഫുള്ള് ബോധമില്ലായിരുന്നു. പുള്ളിക്കാരി 5 ദിവസം കൊണ്ട് പിടിച്ച് നിൽക്കുമായിരുന്നു, പക്ഷെ ഇന്ന് പുള്ളിക്കാരിയും വീണു. ഒരു ചർച്ചയും നടക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ സമരം ഇങ്ങനെ തുടർന്നിട്ട് എന്താണ് ഇത്, എവിടെ പോയി അവസാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഞങ്ങളുടെ ലിസ്റ്റ് തീർന്നിടം വരെയും മുന്നോട്ട് പോകും. ഞങ്ങൾക്ക് വേറെ ഹോപ്പില്ല. ഒരു 19-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുന്നോട്ട് ഞങ്ങളുടെ മുന്നിൽ എന്താണെന്ന് പോലും അറിയത്തില്ല. കാരണം കഴിയുന്നുള്ള എക്സാം എല്ലാം പോയി. മുന്നോട്ട് നോക്കുമ്പം സത്യം ഇവിടുന്ന് എല്ലാവരും കൂടി പോകുന്ന കാര്യമൊക്കെ ഓർത്തിട്ട് ഭയങ്കര വിഷമം വരിക. എന്താ മുന്നോട്ടെന്ന് അറിയത്തില്ല. ഒരു 19-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുന്നോട്ട് 19-ാം തീയതി വരെ ഒരു ഹോപ്പുണ്ട്, നമുക്ക് കയറാൻ പറ്റുമോ, നമുക്ക് വേക്കൻസി തരും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. മുന്നോട്ട് അങ്ങനെ പ്രതീക്ഷയില്ല. ഇതാണ്, കടുത്ത നിരാശയിലാണ് ഉദ്യോഗാർത്ഥികൾ. 19-ാം തീയതി അർദ്ധരാത്രിയിൽ ഇവരുടെ ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യുമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികളാണ് ഇവിടെയുള്ളത്. ഈ സർക്കാർ സംവിധാനവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതുകൊണ്ട് അപ്പോയിന്റ്മെന്റ് നടക്കില്ല എന്നുള്ളതാണ് അറിയിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി ആയതുകൊണ്ട് പുതിയ പോസ്റ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ലെന്നാണ് പറയുന്നത്. നമുക്ക് 570 അതിനകത്തെങ്കിലും എന്തെങ്കിലും ഒരു നീക്കുപോക്കുണ്ടെങ്കിൽ ഞങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് കുറച്ച് കുട്ടികൾക്ക് കയറിക്കൂടെ? ഞങ്ങളുടെ ജീവിതമല്ലേ, ഞങ്ങളുടെ പ്രതീക്ഷയല്ലേ, സ്വപ്നമല്ലേ. അതിനുവേണ്ടി എന്തോരം കഷ്ടപ്പെട്ടതാ. ഇവിടെയും വന്ന് കിടന്ന് ഞങ്ങൾ കഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത്. രാവും പകലും ഒക്കെ ഞങ്ങൾ ആ വെയിലത്തും മഴയത്തും അവിടെ തന്നെ കിടക്കുകയാണ്.